ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? 2004 ജൂൺ 19. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷം? 2004 ജൂൺ 19. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂരിലെ തുഞ്ചൻ പറമ്പ്, മലപ്പുറം ജില്ല. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂരിലെ തുഞ്ചൻ പറമ്പ്, മലപ്പുറം ജില്ല. മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏത്? എൻ്റെ കഥ. മാധവിക്കുട്ടിയുടെ ആത്മകഥ എൻ്റെ കഥ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയതാര്? മാധവിക്കുട്ടി. നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയതാര്? മാധവിക്കുട്ടി. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത്? ഇരയിമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര്? ഇരയിമ്മൻ തമ്പി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ? വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചതാര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചതാര്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. ആരുടെ വാക്കുകൾ? PN പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. ആരുടെ വാക്കുകൾ? PN പണിക്കർ. വീണപൂവ് എന്ന കവിതയുടെ രചയിതാവ്? കുമാരനാശാൻ. വീണപൂവ് എന്ന കവിതയുടെ രചയിതാവ്? കുമാരനാശാൻ. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്? സനാതനധർമ്മം. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്? സനാതനധർമ്മം. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആര്? KR മീര. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആര്? KR മീര. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? വള്ളത്തോൾ നാരായണ മേനോൻ.